ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വെള്ളാപ്പള്ളിയുടെ എന്ത് ചെയ്യും? വേണേൽ ഗുണ്ടായിസം കാണിക്കും, കൊന്നുകളയും. ഇത് വെറും ക്യാൻസർ അല്ല, ബ്ലഡ് ക്യാൻസറാണ് ഇത്. വെള്ളാപ്പള്ളിയുടെ അഴകുള്ളവനെ കണ്ട അപ്പ എന്ന് വിളിക്കുന്ന കേരളത്തിലെ ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളിയുടെ. ഈഴവരുടെ നിർഭാഗ്യം കൊണ്ട്, അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ നിർഭാഗ്യം കൊണ്ട് കേവലം 10ാം ക്ലാസ്സുകാരനായ വെള്ളാപ്പള്ളിയുടെ വന്നിട്ടുണ്ട്. ഒരു കള്ള് കച്ചവടക്കാരൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ. 50 സെൻറ്റ് ഭൂമി കൊല്ലം ടൗണിൻ്റെ നടുക്ക് SNDP യോഗത്തിന് വേണ്ടി സൗജന്യമായി പതിച്ചു മേടിക്കുവാൻ അഡ്വക്കേറ്റ് ഗോപിനാഥന് കഴിഞ്ഞു. എന്നാൽ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശന് ഈ 27 വർഷം കൊണ്ട് ഒരു എയ്ഡഡ് കോളേജ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. സംഗമവും കടപ്പുറത്ത് കടലരമ്പെന്ന പോലെയാണ് ജനമരമ്പിയത്. അവിടെ വെച്ചാണ് അദ്ദേഹം BDJS പറഞ്ഞ് പാർട്ടിയെ പ്രഖ്യാപിച്ചു. 10-12 ലക്ഷം ആളുണ്ട്. 2015 ഡിസംബർ മാസം 5-ാം തീയതി 12 ലക്ഷം ജനങ്ങളെ നിർത്തി പ്രഖ്യാപിച്ച പാർട്ടിയിൽ ഇന്ന് അച്ഛനും മകനും വിചാരിച്ചിട്ട് ഒരു സ്കൂട്ടറെ കയറ്റാനുള്ള ആളില്ലാന്ന് എൻ്റെ പറഞ്ഞു. ആ പാർട്ടിക്ക് അന്ന് പിണറായി വിജയൻ സാറിന് ഏറ്റവും കൂടുതൽ ചീത്ത പറഞ്ഞത് വെള്ളാപ്പള്ളിയുടെ. പൊൻകുടം പൊട്ടി താമര വാടിയെന്നറിഞ്ഞപ്പോഴേ പിറ്റേ ദിവസം പിണറായി വിജയൻ്റെ അവിടെ പോയി ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്ന ഒരു പടം. ഗണേഷ് കുമാറിന് പണാസക്തിയും കാമാസക്തിയും തിരുവഞ്ചൂരോ തരം പോലെ എടുക്കുവാൻ ഒട്ടും വിശ്വസിക്കാൻ കൊള്ളത്തില്ല, വൃത്തികെട്ടവനാണെന്ന്. അദ്ദേഹത്തിൻ്റെ പുറത്തെ കറപ്പാണ് ഉള്ളിലെന്ന് പറഞ്ഞു. മഹേശൻ കെട്ടിത്തൂങ്ങി മരിച്ചപ്പോൾ അദ്ദേഹം എഴുതിയ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട് തുഷാർ വെള്ളാപ്പള്ളിയുടെ ഈ കാമാസക്തി തീർക്കാനുള്ള അവയവം തേഞ്ഞു പോയെന്ന്. വെള്ളാപ്പള്ളിയുടെ ജാതി പറഞ്ഞുകൊണ്ട് ഈഴവൻ പടുകുഴിയിലേക്കാണ് വീണുപോയത്. ഇത് തിരിച്ചറിയാൻ ഇവിടുത്തെ ഈഴവർക്ക് കഴിയണം. ഇത് രക്ഷിക്കണം. SNDP യോഗത്തെ രക്ഷിച്ചേ പറ്റൂ. BDJS നശിച്ചു. SNDP യോഗത്തിന് നശിക്കാനും പറ്റത്തില്ല. അത് ജ്വലിച്ചു നിൽക്കും. നമസ്കാരം. വെള്ളാപ്പള്ളിയെയും തുഷാറിനെയും ചുഴറ്റിയടിച്ചിരിക്കുകയാണ് അഡ്വക്കേറ്റ് സന്തോഷ് ഏറ്റുമാനൂർ. ഈഴവരുടെ നിർഭാഗ്യം കൊണ്ട്, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ നിർഭാഗ്യം കൊണ്ട് കേവലം വെറും 10ാം ക്ലാസ്സുകാരനായ വെള്ളാപ്പള്ളി നടേശൻ വന്നു. അഴകുള്ളവനെ കണ്ടാൽ അപ്പ എന്ന് വിളിക്കുന്നവനാണ് വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും. ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ അദ്ദേഹം എന്തും ചെയ്യും. ഗുണ്ടായിസമാണ് വെള്ളാപ്പള്ളിക്കുള്ളത് എന്നിങ്ങനെ വെള്ളാപ്പള്ളിയെയും തുഷാർ വെള്ളാപ്പള്ളിക്കുമെതിരെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ് അഡ്വക്കേറ്റ് സന്തോഷ് ഏറ്റുമാനൂർ. അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങളിലേക്ക്. പിന്നെ ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വെള്ളാപ്പള്ളിയുടെ എന്തും ചെയ്യും. വേണേൽ ഗുണ്ടായിസം കാണിക്കും, കൊന്നുകളയും. കള്ളക്കേസുകൾ കൊണ്ടെടുത്ത് നശിപ്പിച്ച് കളയും. എൻ്റെ പേരിൽ 10 കേസോളം എടുത്തു, ക്രിമിനൽ കേസ്. അന്ന് എനിക്കെതിരെ കേസ് കൊടുപ്പിച്ചിരുന്ന വക്കീലാണ് ഇപ്പം വെള്ളാപ്പള്ളിയുടെ വക്കീൽ. ഈ കേരളത്തിൽ ആരെക്കൊണ്ട് പറ്റും? കൂടെ നിൽക്കുന്നവരെ വേണം പണം കൊടുത്ത് പർച്ചേസ് ചെയ്യും. നമ്മുടെ കൂടെ നിന്നവരെ പലരെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും കൊണ്ടൊന്നും ഗോഡ് സീസ് ദി ട്രൂത്ത് ബട്ട് വെയിറ്റ്സ്. സത്യം മാത്രമേ ജയിക്കൂ. സത്യം മാത്രമേ ദൈവം അതിനോട് കൂട്ടു നിൽക്കൂ. സമയമെടുക്കുമായിരിക്കും. ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഈ പുകവലിക്കാരെ കുറിച്ചൊരു പരസ്യമുണ്ടല്ലോ, പുകവലിക്കാർ സൂക്ഷിക്കുക, വലിയ വില കൊടുക്കേണ്ടി വരും. ക്യാൻസർ ഇത് വെറും ക്യാൻസർ അല്ല, ബ്ലഡ് ക്യാൻസറാണ് ഇത്. വെള്ളാപ്പള്ളിയുടെ സിനിമ BDJS ഇല്ലല്ലോ, ഇതറിയില്ല. അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ. അതിനകത്ത് ആരാ ഉള്ളത്? അതിനകത്ത് എഫക്റ്റീവായ ഏതെങ്കിലും കേരളത്തിലെ ഒരു എണ്ണപ്പെട്ട ഒരു സമരം നടത്തിയതായിട്ട് BDJSനുണ്ടോ? ഏതെങ്കിലും ഒരു ആനുകാലിക ഇഷ്യൂസിൽ BDJSൻ്റെ ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞതായിട്ടുണ്ടോ? തുഷാർ വെള്ളാപ്പള്ളി ഈ കേരളത്തിൽ എന്തെല്ലാം വിഷയങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് നടത്തുന്ന പോലെ ഒരു വിഷയത്തിലൊരു അഭിപ്രായം പറഞ്ഞതിൻ്റെ ഒരു ക്ലിപ്പിങ്സ് കാണിക്കാമെങ്കിൽ ഞാൻ പൊതുപ്രവർത്തനവും നിർത്തും. ഞാൻ അദ്ദേഹത്തിൻ്റെ കാലിൽ വീണ് മാപ്പ് പറയും. ഇത് തരം പോലുള്ള കളിയാണ്. അപ്പോൾ പിന്നെ ഇത് ഈ ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയാണല്ലോ ഇവിടുത്തെ സ്ഥാനാർത്ഥി BDJSൻ്റെ. അല്ല അത് സാറേ, അത് ഞാനത് പറഞ്ഞുതരാം. ഇത് ജയിക്കാനൊന്നും അല്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം വയനാട്ടിൽ ഇയാൾ MP ആയിട്ട് നിന്നപ്പോഴത്തേന് MP സ്ഥാനാർത്ഥിയായപ്പോൾ കൂടെ 16 ദിവസം പോയി കൂടെ നിന്ന് പ്രവർത്തിച്ച ആളാണ്. ചാർട്ട് ചെയ്ത പ്രോഗ്രാമിൽ പോലും പങ്കെടുക്കാതെ കിടന്നുറങ്ങും. ഒരു ജംഗ്ഷനിൽ പോയി നിന്നാൽ വണ്ടിയിലിരിക്കും. 10 വോട്ട് ഒരു സ്ഥാനാർത്ഥിയാകുമ്പോൾ ഓടി വരും. അതിനൊന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ ഒരു ഗുണം കിട്ടി. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ 19 ഇലക്ഷൻ കഴിഞ്ഞ് തൊട്ടു പുറകെ ആനവിലാസത്ത്, അതായത് ഇടുക്കി ജില്ലയിൽ ചക്കുവള്ളം വില്ലേജിൽ കേരളത്തിൽ ഏറ്റവും ഫെർട്ടൈലായിട്ടുള്ള ഏലം കൃഷിക്ക് പറ്റിയ സ്ഥലമാണ്. അവിടെ 46 ഏക്കർ ഏലക്കാട് മേടിച്ച് ഒരു ഏക്കറിന് 45 ലക്ഷം രൂപ 50 ലക്ഷം രൂപ വിലയാണ് അവിടെ. അപ്പം BJPയുടെ ഒരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ NDAയുടെ സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ ഇവിടെ ഒന്നും വിളഞ്ഞില്ലെങ്കിലും ഏലം വിളയിക്കാനൊരു കാരണമാകും.